പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ ജംഷഡ്പൂർ FC ആണ് ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത്. എന്ത് വിധേനയും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുത്തേ ബ്ലാസ്റ്റേഴ്സിന് പറ്റുകയുള്ളൂ. കാരണം ഇന്നത്തെ മത്സരം വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ ടൈറ്റായ മത്സരങ്ങളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ എന്ത് വിധേനയും ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. നോവാ സദോയി, എഡ്രിയാൻ ലൂണ, ക്വാമെ പെപ്രെ കോംബോയിൽ തന്നെയാണ് ഈ മത്സരത്തിലും നമ്മുടെ പ്രതീക്ഷ. കൂടാതെ കോറു സിംഗും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് നടത്തുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിലെ ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്നാലും പ്രധാനമായ 3 മാറ്റങ്ങളോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങുക എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സെൻറ്റർ ബാക്കായി കളിച്ചിരുന്നത് മിലോസും അതുപോലെ തന്നെ ഹോർമി പമ്മുമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഹോർമി പമ്മിന് സസ്പെൻഷനാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയതോടുകൂടി താരത്തിന് ഇപ്പോൾ 4 യെല്ലോ കാർഡുകൾ ഇപ്പോൾ ഈ സീസണിലധികം വഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് ഈ മത്സരം സസ്പെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹോർമി പമ്മിന് പകരം നമ്മൾ അവിടെ പ്രീതം കോട്ടാലിനെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനൊപ്പം മിലോസ് തന്നെ അവിടെ തുടരും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാവുന്ന താരമാണ് ഐബാൻ ഡോഹ്ലിംഗ്. സന്ദീപ് സിംഗിന് പകരം ഐബാനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി വന്ന് മികച്ച പ്രകടനമാണ് ഐബാൻ ഡോഹ്ലിംഗ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഐബാനെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ച സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. വിപിൻ മോഹനൻ പരിക്കിൽ നിന്നും തിരിച്ചെത്തി ഇപ്പോൾ പൂർണ്ണ ഫിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിപിൻ മോഹനനെ അവിടെ പ്രതീക്ഷിക്കാം. അഥവാ വിപിൻ മോഹനൻ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഡാനിഷ് ഫറൂഖിനെ തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ സാധ്യതയും വിപിൻ മോഹനന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നൽകേണ്ടത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരങ്ങളാണ് 2 വെങ്ങുകളിലായി നമ്മുടെ നോവാ സദോയും അതുപോലെ തന്നെ കോറു സിംഗും കളിക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇന്നും ജീസസ് ഉണ്ടാവില്ല. ജീസസിന് പകരമായി ക്വാമെ പെപ്രയാണ് സ്ട്രൈക്കറായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ ഇന്നത്തെ മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.